നമ്മൾ നിത്യമായി നിസ്കരിക്കുന്ന ഫർള് നിസ്കാരം, അതുപോലെ സുന്നത്ത് നിസ്കാരം. ഫർള് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം ഏതാണെന്നറിയോ? ഫർള് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം അറിയാവുന്നവരുണ്ടാകും, അറിയാത്തവരുമുണ്ടാകും. അപ്പോൾ അറിയാത്തവരുടെ ശ്രദ്ധയിലേക്ക് ഇൻഷാ അല്ലാഹ് വീഡിയോയുടെ തുടക്കം തന്നെ നമ്മൾ ആ കാര്യം പറയുന്നുണ്ട്. ഒന്ന് കേട്ടു നോക്കണേ. ഇതൊരു പുതിയ അറിവായിരിക്കാം, അത് മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ദുഹാ നിസ്കാരത്തെ പറ്റി. എല്ലാ സംശയങ്ങളും തീർത്ത് ദുഹാ നിസ്കാരത്തിൻ്റെ എ മുതൽ സെഡ് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ഈ ഒരു ചെറിയ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാം. ദുഹാ നിസ്കാരം നിരവധി ഉമ്മമാര് നിസ്കരിക്കാറില്ല. കാരണം പറയുന്നത്, ഞങ്ങൾക്ക് ഒരുപാട് ഫർള് നിസ്കാരം ഖളാ ഉണ്ട്. ഫർള് നിസ്കാരം ഖളാ ഉള്ള ആളുകൾക്ക് സുന്നത്ത് നിസ്കരിക്കൽ ഹറാമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ദുഹാ നിസ്കരിക്കുന്നില്ല. എന്നാൽ ഫർള് നിസ്കാരം ഖളാ ഉള്ളവർക്ക് സുന്നത്ത് നിസ്കരിക്കാം. എങ്ങനെ? അതിൻ്റെ വിശദമായ ഉത്തരം നമ്മുടെ ക്ലാസ്സിലുണ്ട്. ഒന്ന് കേട്ടു നോക്കണേ. അപ്പോൾ ഇനി മുതൽ ഫർള് നിസ്കാരം ഖളാ ഉള്ളവർക്ക് ദുഹാ നിസ്കരിക്കാൻ പറ്റും. എങ്ങനെ പറ്റും? അതിൻ്റെ വിശദമായ രൂപം ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ട് വേണേ നിസ്കരിക്കാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ സുന്നത്തായ ദുഹാ നിസ്കാരം, അതിൻ്റെ രൂപം, അതിൻ്റെ കോലം, അതിൻ്റെ നിയ്യത്ത്, അതിൻ്റെ റക്അത്ത്, അതിൻ്റെ സൂറത്ത്. ഈ ദുഹാ നമസ്കാരത്തിന് ശേഷം ഒരു ചെറിയ ദുആയുണ്ട്. ആ ചെറിയൊരു ദുആ 17 വട്ടം നമ്മൾ പറഞ്ഞിട്ട് ദുആ ചെയ്തു നോക്ക്, അത്ഭുതങ്ങൾ കാണാം. ദുഹാ നിസ്കാരം, ആ ദുഹാ നിസ്കാരം നിസ്കരിച്ചാൽ 13 വലിയ പ്രതിഫലങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ പ്രതിഫലം? ദുഹാ നിസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഈ വീഡിയോ കാണണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, ഇത്രയും കാലം നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്ന അബദ്ധങ്ങളൊക്കെ, തെറ്റുകളൊക്കെ അല്ലാഹു തആല മാഫാക്കി, അല്ലാഹു തആല നമുക്ക് പുറത്തു തന്ന് പുതിയൊരു ജീവിതം തുടങ്ങാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയ ഒരു നിസ്കാരമാണ് ദുഹാ നിസ്കാരം. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുഹാ നമസ്കാരത്തെ പറ്റി നമ്മൾ അറിയൽ വളരെ അത്യാവശ്യവുമായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. നമ്മളെല്ലാവരും നിസ്കരിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, ഫർദ് നിസ്കരിക്കുന്നുണ്ട്. ഈ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം അത് റവാത്തിബ് സുന്നത്ത് നിസ്കാരമാണ്. ഫർള് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം അത് സുബ്ഹി നിസ്കാരമാണ്. ആ സുബ്ഹി നമസ്കാരങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം വെള്ളിയാഴ്ച രാവിലെ നമ്മൾ നിസ്കരിക്കുന്ന സുബ്ഹി നിസ്കാരമാണ്. അതുപോലെ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ സുന്നത്ത് നിസ്കാരങ്ങളിൽ അതിപ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം അത് നമ്മൾ ഈ ഫർള് നിസ്കാരത്തിന് മുമ്പും ശേഷവും നിസ്കരിക്കുന്ന റവാത്തിബ് നിസ്കാരങ്ങളാണ്. അത് കഴിഞ്ഞ് ശ്രേഷ്ഠതകളിൽ എണ്ണിയാൽ വളരെ പ്രാധാന്യത്തോടുകൂടി മുൻപന്തിയിൽ നിൽക്കുന്ന നിസ്കാരമാണ് ദുഹാ നിസ്കാരം. ഇൻഷാ അല്ലാഹ് ദുഹാ നിസ്കരിക്കുന്ന ഒരുപാട് ഉമ്മമാർ ഈ വീഡിയോ കാണുന്നുണ്ട്. ഒരുപാട് ഉപ്പമാർ നമ്മുടെ വീഡിയോകൾ സ്ഥിരമായി കാണുന്നവരാണ്. ഇൻഷാ അല്ലാഹ് അവർ പലപ്പോഴും നിസ്കാരത്തിൽ അശ്രദ്ധമാക്കി കളയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദുഹാ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് വിശദമായിട്ട് പറയാം. ദുഹാ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരമായതുകൊണ്ടാണ് ഈ നിസ്കാരത്തിന് ളുഹാ നിസ്കാരം എന്ന് പേര് വരാനുള്ള കാരണം. ഇനി എന്താണ് ളുഹ എന്ന സമയം? ളുഹ എന്ന് പറയുന്നത് പ്രഭാത സമയമാണ്, രാവിലെ. അതിന് പറയുന്ന അറബിയിൽ ഒരു വാക്കാണ് ളുഹ എന്നുള്ളത്. ഏകദേശം ളുഹ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു 9 മണി, 9:30, 10 മണി, 10:30 ആ ഒരു ടൈമിനാണ് പൂർണ്ണമായും ളുഹ എന്ന് പറയാറുള്ളത്. മലക്കുകൾ ഏറ്റവും കൂടുതൽ തസ്ബീഹ് ചൊല്ലുന്നത് ളുഹാ സമയത്തും അതുപോലെ തന്നെ മഗ്രിബിന് ശേഷവുമാണെന്ന് നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം മലക്കുകൾ ഏറ്റവും കൂടുതൽ തസ്ബീഹ് ചൊല്ലുന്ന ളുഹാ സമയത്ത് ഒരു മനുഷ്യൻ ളുഹാ നിസ്കരിച്ചാൽ എന്നിട്ട് അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവൻ്റെ നിസ്കാരവും അവൻ്റെ ദുആയും അള്ളാഹു ഉറപ്പായും സ്വീകരിക്കും. അതുകൊണ്ട് സ്വാലിഹീങ്ങളായ ആളുകൾക്ക് മാത്രം നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് ളുഹാ നിസ്കാരം. ഈ ളുഹാ നിസ്കാരം
കൃത്യമായി ഏതെങ്കിലും ഒരാൾ മുടങ്ങാതെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും എൻ്റെ ക്ലാസ് കേൾക്കുന്ന, നമ്മുടെ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്ന, നമ്മുടെ ക്ലാസ്സുകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും ഉമ്മായോ ഉപ്പായോ ഉണ്ട്, അവർ നിത്യമായി ദുഹാ നിസ്കരിക്കുന്നവരാണെങ്കിൽ മനസ്സിലാക്കാം അവർ സ്വാലിഹീങ്ങളിൽ പെട്ടവരാണ്. അപ്പോൾ ദുഹാ നിസ്കാരം, ആ ദുഹാ നിസ്കാരത്തിന് നിരവധി നേട്ടങ്ങളുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്ത നേട്ടങ്ങളുണ്ട്. അതിങ്ങനെ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് എണ്ണിയാൽ 13ഓളം നേട്ടങ്ങൾ നമുക്ക് കിതാബുകളിൽ കാണാം. 13ഓളം നേട്ടങ്ങൾ, 13 അല്ല, ഒരുപാട് നേട്ടമുണ്ട്. ഒന്നാമത്തെ നേട്ടം അതെന്താണ്? നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കുന്നതാണ്. ഹാജിമാരൊക്കെ ഹജ്ജെല്ലാം കഴിഞ്ഞ് അവരുടെ പാപങ്ങളൊക്കെ ശുദ്ധീകരിച്ച് നല്ല മനസ്സോടെ നല്ല ശരീരത്തോടുകൂടി നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ദുഹായൊക്കെ നമസ്കരിച്ച് നമ്മളും ശുദ്ധ പ്രകൃതരായി നിൽക്കണം. ഇൻഷാ അല്ലാഹ് അതിന് അല്ലാഹു തൗഫീക്ക് തരട്ടെ. പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദുഹാ നമസ്കാരം ഇനി മുതൽ കൃത്യമായി നിസ്കരിക്കാൻ പടച്ച റബ്ബ് തൗഫീക്ക് തരട്ടെ. ആമീൻ. ഒന്നാമത്തെ പ്രതിഫലം തെറ്റുകൾ, പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നതാണ്. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും ഇഷ്ടംപോലെ തെറ്റ് ഒറ്റക്കും കൂട്ടായും ചെയ്യാറുണ്ട്. റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. അതിന് പറ്റിയൊരു നിസ്കാരമാണ് ദുഹാ നിസ്കാരം. 2, വിജയികൾ, സ്വാലിഹീങ്ങൾ, ഇവർക്ക് മാത്രം നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് ദുഹാ നിസ്കാരം. മറ്റുള്ള ആളുകൾക്ക് ഇത് പറ്റൂല. 1-2 ദിവസം നിസ്കരിക്കും, 3ാമത്തെ ദിവസം മടിയാവും, അല്ലെങ്കിൽ മറന്നുപോകും. അപ്പോൾ സ്വാലിഹീങ്ങളായ ആളുകൾക്ക് മാത്രം നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് ദുഹാ നിസ്കാരം. മൂന്നാമത്തേത്, നമ്മുടെ ശരീരത്തിൽ 360 കെണിപ്പുകൾ ഉണ്ടെന്നാണ്. കെണിപ്പുകൾ, ഓരോ അവയവത്തിനും ഓരോ ജോയിന്റുകൾ ഉണ്ടല്ലോ, അത് ഏകദേശം 360ഓളം. അപ്പം 360 സ്വതക്കകൾ കൊടുത്ത പ്രതിഫലമാണ് അല്ലാഹു തആല ഈ നിസ്കാരം നിസ്കരിച്ചാൽ അയാൾക്ക് കൊടുക്കുന്നത്. 4ാമത്തേത്, ആഗ്രഹ സഫലീകരണത്തിന്. നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ അല്ലാഹു ഹലാലായ നല്ല ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരാൻ ഈ നിസ്കാരം മതിയാകുന്നതാണ്. പിന്നെയോ 5ാമത്തെ പ്രതിഫലം മഹത്തുക്കൾ പറയുന്നു, പരിപൂർണമായ ഒരു ഉംറ ചെയ്തത് പോലത്തെ ഒരു പ്രതിഫലം അല്ലാഹു ഈ നിസ്കരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതാണ്. 6, മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ടെൻഷനുണ്ട്, ഡിപ്രഷൻ ഉണ്ട്, അഡിക്ഷൻ, അല്ലെ, എപ്പോഴും മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുക, അല്ലെങ്കിൽ ഈ പുകവലി ഒരു അഡിക്ഷനായി മാറിയ ആളുകളുണ്ട്. അതുപോലെ ഈ മധുരം ഒരുപാട് കഴിക്കുക, അതിങ്ങനെ അഡിക്ഷനായി. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റാതെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് അഡിക്ഷൻ എന്ന്, അതായത് അടിമപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ മടി, ഇതൊക്കെ മാറാൻ, മനസ്സ് ശാന്തമാവാൻ ദുഹാ നമസ്കാരം പതിവാക്കി ഈ ദുഹാ നമസ്കാരത്തിന് ശേഷം പറയുന്ന ഒരു ദുആയുണ്ട്, ആ ദുആ കൂടി നമ്മൾ പറയണം. 7ാമത്തേത്, നരകമോചനം കിട്ടാൻ കാരണമാണ്. 8ാമത്തേത്, അശ്രദ്ധയുണ്ട്, ശ്രദ്ധ കിട്ടുന്നില്ല, പഠിക്കാൻ ഒരു ഏകാഗ്രത കിട്ടുന്നില്ല, ജോലിയിൽ ഏകാഗ്രത കിട്ടുന്നില്ല എങ്കിൽ ഈ നിസ്കാരം നിസ്കരിച്ചോളി, നമുക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്നും പരിഹാരമുണ്ടാകും. 9ാമത്തേത്, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്, അതിലൊരു കവാടം ഈ ദുഹാ നമസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവർക്ക് വേണ്ടി അല്ലാഹു തുറന്നു വെക്കുന്നതാണ്. അല്ലാഹു നമുക്ക് ആ കവാടത്തിലൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീക്ക് തരട്ടെ. 10ാമത്തേത്, നമ്മുടെ ശാരീരികമായ വേദനകൾ, മാനസികമായ അസ്വസ്ഥതകൾ, രോഗങ്ങൾ, അതൊക്കെ ശാന്തി കിട്ടാൻ, അതൊക്കെ മാറാൻ ഈ ദുഹാ നമസ്കാരവും അതിനു ശേഷമുള്ള പ്രത്യേകമായ ഒരു ദുആയും നമുക്ക് കാരണമാണ്. 11ാമത്തേത്, ജീവിതത്തിൽ സന്തോഷ വാർത്തകൾ നമുക്ക് കേൾക്കണോ എങ്കിൽ ഈ നിസ്കാരം പതിവാക്കിക്കോളി. പിന്നെ 12ാമത്തേത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 360 കെണിപ്പുകളുണ്ട്, ഓരോന്നിന് പകരമായും നമ്മൾ സ്വതക്ക കൊടുക്കണം. എല്ലാ ദിവസവും 360 സ്വതക്ക കൊടുക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് സ്വതക്ക കൊടുത്ത പ്രതിഫലം കിട്ടുന്ന ഒരു നിസ്കാരമാണ് ഈ ദുഹാ നമസ്കാരം. 13ാമത്തേത്, ഖബർ, നരകം, ആഖിറം, ഇവയുടെ ശിക്ഷയിൽ നിന്നെല്ലാം അല്ലാഹു നമ്മളെ സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് ദുഹാ നിസ്കരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളാണ്. ഈ പ്രതിഫലങ്ങൾ കേട്ടിട്ട് വേണം ഉമ്മമാരെ ഇനി നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തിന് ഇത്രമാത്രം ശ്രേഷ്ഠതയുണ്ടെന്ന് മനസ്സിലായി. ഇനി നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. 1, എപ്പോഴാണ് ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത്? അതായത് ഇതിൻ്റെ സമയം സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞ്, സൂര്യൻ ഉദിക്കുന്നത് ഏകദേശം ഉദയമുള്ളത് 6 മണിക്കാണെന്ന് വിചാരിക്കുക. ഉദയം 6 മണിക്ക് സൂര്യൻ ഉദിക്കുമെങ്കിൽ ഒരു 6:20 അല്ലെങ്കിൽ 6:25 നമ്മൾ എന്ത് ചെയ്യണം? ഈ നിസ്കരിക്കാനുള്ള ടൈം തുടങ്ങും. അപ്പോൾ നമുക്ക് നിസ്കരിക്കാം. പിന്നെ നിസ്കാരത്തിൻ്റെ ടൈം തുടങ്ങുന്നത് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞ് എത്ര സമയം വരെ ഉണ്ട്? ളുഹർ ബാങ്കിന് മുമ്പ് വരെ നമുക്ക് ഈ നിസ്കാരം നിസ്കരിക്കാനുള്ള സമയം ഉണ്ട്.
ഏറ്റവും നല്ല സമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 9 മണി, 9:30, 10 മണി, 10:30 ആ ഒരു മണിക്കൂറുകളിലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം ദുഹാ നിസ്കരിക്കാൻ. ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ് ദുഹാ നിസ്കാരം. ഒറ്റക്ക് നിസ്കരിക്കലാണ് വേണ്ടത്. അതാണായാലും പെണ്ണായാലും ഒറ്റക്ക് നിസ്കരിക്കലാണ് നല്ലത്. പിന്നെ ഈ നിസ്കാരത്തിന് മുമ്പ് ബാങ്കും ഇക്കാമത്തും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നീയത്ത് വെച്ചിട്ട് വെറുതെ കൈകെട്ടി നിസ്കരിച്ചാൽ മതിയാകുന്നതാണ്. പിന്നെ ഈ നിസ്കാരത്തിൻ്റെ റക്അത്ത് കൂടിയത് 12 റക്അത്താണ്. ഏകദേശം ഒരു മധ്യ നിലപാട് അത് 8 റക്അത്താണ്. ഏറ്റവും കുറഞ്ഞത് 2 റക്അത്താണ്. അപ്പം 2 നിസ്കരിക്കാം, 4 ആക്കാം, 6 ആക്കാം, 8 ആക്കാം, 10 ആക്കാം, 12 ആക്കാം. ഇതിൽ നമുക്ക് പറ്റുന്ന രൂപത്തിൽ 2 പറ്റുമെങ്കിൽ 2 മതി. ആ 2 തന്നെ എല്ലാ ദിവസവും നിസ്കരിച്ചാൽ മതി. ചില ആളുകൾ 4 നിസ്കരിക്കും, അല്ലെങ്കിൽ 8 നിസ്കരിക്കും. എങ്ങനെ നിസ്കരിച്ചാലും കുഴപ്പമില്ല. 2, 4, 6, 8, 10, 12 2 റക്അത്ത് നിസ്കരിച്ചാലും നിസ്കാരം ശരിയാകും, മതിയാകുന്നതാണ്. ഇനിയിപ്പോൾ ഒരാൾ 4 റക്അത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ആദ്യം 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി വീണ്ടും നിയത്ത് വെച്ച് 2 റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. അല്ലാതെ ളുഹർ നിസ്കരിക്കുന്നത് പോലെ ഒന്നിച്ച് 4 റക്അത്ത് അല്ല. പുരുഷന്മാർക്ക് ഈ നിസ്കാരം പള്ളിയിൽ നിസ്കരിക്കലാണ് ഏറ്റവും ഖൈറ്. വീട്ടിൽ നിസ്കരിച്ചാലും ശരിയാകും, പക്ഷെ പള്ളിയിൽ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. സ്ത്രീകൾ വീട്ടിൽ തന്നെ നിസ്കരിക്കലാണ് വേണ്ടത്. ഇനി ഈ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് പറയാം. എന്താണ് നിയ്യത്ത്? ഈ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് ഉസല്ലി സുന്നത്തുൽ ളുഹാ റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഒന്നുകൂടി പറയാം. ഉസല്ലി സുന്നത്തുൽ ളുഹാ റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. 2 റക്അത്ത് ളുഹാ നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. 2 റക്അത്ത് ളുഹാ നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ച് കൈകെട്ടുക. അല്ലാഹു അക്ബർ കൈകെട്ടുക. കൈകെട്ടിയതിന് ശേഷം വജ്ജഹത്തു ഓതുക. വജ്ജഹത്ത് ഓതി കഴിഞ്ഞ് നമ്മൾ ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ആദ്യത്തെ റക്അത്തിൽ ഏറ്റവും നല്ല രൂപം ആദ്യത്തെ റക്അത്തിൽ നമ്മൾ സൂറത്തു ശംസ് ഓതലാണ്. സൂറത്തു ശംസ് അറിയാവുന്ന ആളുകൾ ഉണ്ടാകും, ഉമ്മമാരൊക്കെ ഉണ്ടാകും. ഏത് സൂറത്താ? വശംസി വളുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ശാഹ വസ്സമാഇ വമാ ബനാഹ. ആ സൂറത്ത് അറിയാവുന്നവർക്ക് ആ സൂറത്ത് 1-ാമത്തെ റക്അത്തിൽ ആദ്യം ഓതാം. അത് കഴിഞ്ഞ് ആ സൂറത്ത് ഓതിക്കഴിഞ്ഞിട്ട് രണ്ടാമതായി നമ്മൾ ആ സൂറത്ത് ഓതിക്കഴിഞ്ഞിട്ട് ഓതൽ പ്രത്യേകം സുന്നത്താണ് സൂറത്തുൽ കാഫിറൂൻ. 1-ാമത്തെ റക്അത്തിൽ 2 സൂറത്ത്. ഫാത്തിഹ കഴിഞ്ഞ് ആദ്യം ഓതേണ്ടത് വശംസി വളുഹാഹ. ആ സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ സൂറത്തുൽ കാഫിറൂനും ഓതൽ നല്ലതാണ്. കാരണം 2 രൂപത്തിലും ഹദീസ് വന്നിട്ടുണ്ട്. 2 രൂപത്തിൽ 1-ാമത്തെ റക്അത്തിൽ വശംസി വളുഹാഹയാണ് ഓതേണ്ടതെന്നും അല്ല സൂറത്തുൽ കാഫിറൂനാണ് ഓതേ 2 ഹദീസും വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഹദീസിൽ നിന്നും നമുക്ക് അമൽ ചെയ്യാൻ വേണ്ടി 1-ാമത്തെ റക്അത്തിൽ നമ്മൾ വശംസി വളുഹാഹ ഓതി കഴിഞ്ഞിട്ട് നമ്മൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്തും നമുക്ക് ഓതാം. ഇനി വശംസി വളുഹാഹ അറിയില്ല എങ്കിൽ സൂറത്തുൽ കാഫിറൂൻ 1-ാമത്തെ റക്അത്തിൽ ഓതിയാലും മതിയാകുന്നതാണ്. ഇനി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റുക്കൂ ചെയ്യുക, ഇഅ്തിദാൽ, സുജൂദ്, അങ്ങനെ ആ റക്അത്ത് പൂർത്തിയാക്കി 2-ാമത്തെ റക്അത്തിലേക്ക് വരിക. 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് സുന്നത്തായിട്ടുള്ളൊരു സൂറത്താണ് നമുക്കറിയാവുന്ന വല്ലുഹ സൂറത്ത്. വല്ലുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്ന സൂറത്തുൽ ളുഹ അല്ലെ? ആ സൂറത്തുൽ ദുഹായിലാണ് വല്ലുഹാ, ലുഹാ സമയത്തെ തന്നെയാണ് സത്യം. അപ്പോൾ ഈ വശംസി വലുഹാഹ എന്ന സൂറത്തിലും വല്ലുഹ എന്ന സൂറത്തിലും രണ്ടിലും ഈ ലുഹാ സമയത്തെ പറ്റി പ്രതിപാദിക്കുന്നത് കൊണ്ട് ദുഹാ നിസ്കാരത്തിൽ ഈ 2 സൂറത്തും ഓതൽ സുന്നത്താണ്. അപ്പോൾ 2-ാമത്തെ റക്അത്തിൽ നമ്മൾ ഓതൽ സുന്നത്തായിട്ടുള്ള ഒരു സൂറത്ത് എന്താണ്? വല്ലുഹ വല്ലൈലി ഇദാ സജാ എന്ന സൂറത്താണ്. അതോടൊപ്പം തന്നെ ആ സൂറത്ത് ഓതിക്കഴിഞ്ഞ് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതലും നല്ലതാണ്. ഇനി ഒരാൾക്ക് വശംസി വളുഹാഹ എന്ന സൂറത്തും അറിയില്ല, അതുപോലെ തന്നെ വല്ലുഹ വല്ലൈലി ഇദാ സജാ എന്ന സൂറത്തും അറിയില്ല എങ്കിൽ 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും 2-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാലും മതിയാകുന്നതാണ്. ഇനി ഇത് രണ്ടും ഈ ഒരു സൂറത്തും അറിയില്ല എങ്കിൽ അറിയാവുന്ന സൂറത്ത് ഓതുക. ഒരു സൂറത്തും അറിയില്ല, ആ ഒറ്റ സൂറത്തും അറിയില്ല എങ്കിൽ വെറുതെ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെങ്കിലും ആ ഒരു സൂറത്തിന് പകരമായി പറയൽ നല്ലതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റുക്കുവിലേക്ക് പോയി
പിന്നെ ഇഅ്തിദാലിൽ വന്നു, സുജൂദ് ചെയ്തു, ഇടയിലെ ഇരുത്തം, പിന്നെ സുജൂദ്, പിന്നെ അത്തഹിയാത്ത്. അത്തഹിയാത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് അത്തഹിയാത്തും സ്വലാത്തും പിന്നെ ദുആയും ഒക്കെ ഓതി നമ്മൾ സലാം വീട്ടുക. അപ്പോൾ ഇതാണ് 2 റക്അത്ത്. ഇനി വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിയ്യത്ത് വെച്ച് ഇതുപോലെ തന്നെ നമ്മൾ നിസ്കാരം ഈ ഫാത്തിഹ ഇതുപോലെ തന്നെ സൂറത്തൊക്കെ ഓതി നമുക്ക് നിസ്കരിക്കാവുന്നതാണ്, കുഴപ്പമില്ല. ഇനി ഈ നിസ്കാരം ളുഹാ നിസ്കാരം നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഒരു ദുആ പറയൽ പ്രത്യേകം നല്ലതാണ്. ഏതാണ് ആ ദുആ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ദുആ ഏതാണെന്ന്. ഒരാൾ ദുഹാ നമസ്കാരത്തിന് ശേഷം ഇനി പറയാൻ പോകുന്ന ഈ ദുആ പറഞ്ഞിട്ട് അവൻ എത്ര വട്ടം പറയണം? 17 വട്ടം. 17 പ്രാവശ്യം ഒരു മനുഷ്യൻ ഈ ദുആ പറയുകയാണ്, ഈ ദിക്ർ പറയുകയാണ്. എന്നിട്ടവൻ ദുആ ചെയ്താൽ ഈ പറയപ്പെട്ട നമ്മൾ 13 പ്രതിഫലങ്ങൾ പറഞ്ഞു. ആ 13 പ്രതിഫലങ്ങളും അള്ളാഹു അവനിക്ക് കൊടുക്കുന്നതാണ്. അവൻ്റെ പ്രയാസ പ്രതിസന്ധികൾ അള്ളാഹു മാറ്റിക്കൊടുക്കും, ഹലാലായ മുറാദുകൾ ഹാസിലാക്കും, അവൻ്റെ പ്രശ്നങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കും, ഊരാ കുടുക്കുകൾ കള്ളക്കേസുകൾ അള്ളാഹു മാറ്റിക്കൊടുക്കും ഇൻഷാ അല്ലാഹ്. അത്രമാത്രം ശ്രേഷ്ഠതയുണ്ട് ഈ ദുആക്കും ഈ ഒരു നിസ്കാരത്തിനും. അപ്പോൾ ഏതാണ് ഈ ദുഹാ നിസ്കാരം കഴിഞ്ഞ് 17 വട്ടം പറയണം. എന്ത്? റബ്ബിഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഒന്ന് പറഞ്ഞേ. റബ്ബിഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ ഇന്നക അന്തത് തവ്വാബുർ റഹീം. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ എനിക്ക് നീ പൊറുത്തു തരണം, എനിക്ക് നീ കരുണ ചെയ്യണം, എൻ്റെ തൗബ നീ സ്വീകരിക്കണം, നീ തൗബ സ്വീകരിക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണല്ലോ. റബ്ബിഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഈ ഒരു ദിക്ർ, ഈ ഒരു തസ്ബീഹ്, ഈ ഒരു ദുആ 17 വട്ടം പറയുക. എന്നിട്ട് നമ്മൾ അറിയാവുന്ന സ്വലാത്തും ചൊല്ലുക. എന്നിട്ട് നമ്മൾ ദുആരക്കുക. അപ്പോൾ എന്ത് മുറാദാണോ ഹാസിലാവാനുള്ളത് അത് ഹാസിലാവാൻ ഈ നിസ്കാരം തന്നെ ധാരാളം മതിയാകുന്നതാണ്. അപ്പോൾ ളുഹാ നിസ്കാരത്തെ പറ്റി നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റക്അത്ത്, അതിൻ്റെ രൂപം, അതിൻ്റെ സൂറത്ത്, അതിൻ്റെ നിയ്യത്ത്, അതിൻ്റെ സമയം എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ഈ വീഡിയോ ഒക്കെ കാണും ചില ഉപ്പമാർ ഈ വീഡിയോ കാണും, എന്നിട്ട് അവർ ളുഹാ നിസ്കരിക്കൂല. എന്താ കാരണം? എന്തെന്നറിയോ? അവർ പറയുന്നത്, ഉസ്താദെ ഞങ്ങൾക്ക് ഒരുപാട് ഫർള് നിസ്കാരം ഖളാ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ളുഹാ നിസ്കരിക്കാൻ പറ്റൂലല്ലോ എന്ന് ചില ആളുകൾ വളരെ വിഷമം പറയുന്നവരുണ്ട്. കാരണം ചെറുപ്രായത്തിലായിരുന്നു, അപ്പോൾ നിസ്കാരത്തിൻ്റെ പ്രാധാന്യമൊന്നും അറിയില്ല. ഇപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞു, മക്കളും മരുമക്കളൊക്കെ ആയി, അവരൊരു ഫോൺ വാങ്ങിച്ചു തന്നു. ആ ഫോണിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു അർഷദ് ബദർ ഒഫീഷ്യൽ എന്നൊരു ചാനൽ കണ്ടു. ആ ചാനൽ നോക്കുമ്പോൾ ഫർള് നിസ്കാരം ഖളാ ഉള്ളവർ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ലെന്നൊരു വീഡിയോ കണ്ടു. അത് കണ്ട് പേടിച്ചിരിക്കുകയാ. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ദീനിൽ എളുപ്പമുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഭൂരിഭാഗം ആളുകളും, അതായത് ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ റമദാനിൽ നമ്മുടെ പള്ളിയിൽ ഒരാൾ ഇശാ നിസ്കരിച്ച് ഉടൻ തന്നെ എഴുന്നേറ്റ് പോകും. ഇതിങ്ങനെ ആദ്യത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും ഇശാ നിസ്കരിച്ച് ഉടൻ തന്നെ എഴുന്നേറ്റ് പോകും. അതുപോലെ തന്നെ മറ്റ് ഫർള് നിസ്കാരം കഴിഞ്ഞാൽ അപ്പം തന്നെ എഴുന്നേറ്റ് പോകും. അയാൾ സുന്നത്ത് നിസ്കരിക്കാറില്ല, അതായത് തറാവി നിസ്കരിക്കൂല, പിന്നെ ഈ ഫർള് നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള നിസ്കാരം നിസ്കരിക്കാറില്ല, വിത്റില്ല, തഹജ്ജുദ്, ഒരു സുന്നത്തായി ഒന്ന് നിസ്കരിക്കുക, ഫർള് മാത്രം നിസ്കരിച്ചു പോകും. അപ്പോൾ ചോദിച്ചത് എന്താ നിങ്ങൾ തറാവീഹ് നിസ്കരിക്കാതിരിക്കണേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഉസ്താദേ ഇപ്പോൾ ഒരുപാട് ഉസ്താദുമാർ പറയുന്നുണ്ട് എന്താ ഫർള് നിസ്കാരം ഖളാ ഉള്ളവർ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല, അത് ഹറാമാണ്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഫർള് ഖളായുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കാതെ പോകുന്നത്. ഇത് ഫത്ഹുൽ മുഈനിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നു, ഇന്നഹു യഹ്റുമു അലൈഹി തതവ്വുഉ, ഫർള് നിസ്കാരം ഖളാ ഉള്ള ആളുകൾക്ക് സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണ്. അങ്ങനെ ഒരു ഇബാറത്ത്, അങ്ങനെ ഒരു വാചകം ഉണ്ട്. അതിൻ്റെ വിശദീകരണത്തിൽ നോക്കിയാൽ അതിനെ വിശദീകരിച്ച് നമുക്ക് മഹത്തുക്കൾ പറഞ്ഞു തരുന്നത്, ഫർള് നിസ്കാരം ഖളാ ഉള്ളവർ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്നല്ല, മറിച്ച് സുന്നത്ത് നിസ്കരിക്കലല്ല അവിടെ ഹറാമ് വരുന്നത്, മറിച്ച് ഫർള് നിസ്കാരം ഖളാ വീട്ടാതിരിക്കലാണ്. ഇയാളിപ്പോൾ ചെയ്യുന്നത് ഇശാ നിസ്കരിച്ചിട്ട് ഉടൻ തന്നെ പോകുന്നു. അയാൾ തറാവീഹ് എന്ന സുന്നത്ത് നിസ്കരിക്കുന്നില്ല, അയാൾക്ക് മുമ്പ് ഖളാ ആയി പോയ ഒരു ഫർളായ നിസ്കാരവും ഖളാ വീട്ടുന്നില്ല. അപ്പോൾ സുന്നത്തും ഇല്ല, ഖളാ ആയ ഫർള് നിസ്കരിക്കുന്നില്ല. അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് അയാൾക്ക് ആ സുന്നത്ത് നിസ്കരിക്കൽ. ഫർള് നിസ്കാരം ഖളാ ഉള്ള ആൾ സുന്നത്ത് നിസ്കരിച്ചാൽ അയാൾക്ക് അതിൻ്റെ കൂലി കിട്ടും.
അതിൻ്റെ പ്രതിഫലമുണ്ട്. നമുക്ക് അതിൻ്റെ വിശദീകരണത്തിൽ കാണാം, ഹസ്വല ലഹു ഇസ്മുൻ വ അജ്റുൻ, അയാൾക്ക് പ്രതിഫലമുണ്ട്. എന്ത്? സുന്നത്ത് നിസ്കരിച്ച കൂലി കിട്ടും. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഒരു തെറ്റുമുണ്ട്. കാരണം എന്താ? അയാൾ ഫർള് നിസ്കാരം ഖളാ വീട്ടേണ്ട സമയത്തല്ലേ സുന്നത്ത് നിസ്കരിച്ച്. അപ്പം അതുകൊണ്ട് ആ ഫർള് നിസ്കാരം അവിടെ ഖളാ ആക്കിയതിൻ്റെ ഒരു ശിക്ഷയുണ്ട്. അപ്പോൾ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാവാൻ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി സമയം കിട്ടുമ്പോഴെല്ലാം ഫർള് നിസ്കാരം ഖളാ വീട്ടുക. അതോടൊപ്പം തന്നെ സുന്നത്ത് നിസ്കാരത്തിൻ്റെ സമയമാകയാൽ സുന്നത്ത് നിസ്കാരവും നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. സുന്നത്ത് നിസ്കരിച്ചാൽ കൂലി കിട്ടും. പക്ഷേ എന്താണ്? ഫർള് ഖളാ ആക്കിയതിൻ്റെ ഒരു തെറ്റ് അവിടെയുണ്ട്. ആ തെറ്റിൽ നിന്ന് ഒഴിവാവാൻ ആ ഫർള് നമ്മൾ ഖളാ വീട്ടുക തന്നെ വേണം. അപ്പോൾ ചെയ്യേണ്ടത്, ഫർളായ നിസ്കാരങ്ങൾ ഖളാ ഉണ്ടെങ്കിൽ അത് ഖളാ വീട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ സുന്നത്തായ നിസ്കാരങ്ങൾ വരുമ്പോൾ സുന്നത്ത് നിസ്കരിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? ഹസ്വല ലഹു ഇസ്മുൻ വ അജ്റുൻ, നമുക്ക് സുന്നത്ത് നിസ്കരിച്ച കൂലി കിട്ടും. ഫർള് ഖളാ ആക്കിയില്ലേ, അതിൻ്റെ ഒരു ചെറിയ തെറ്റുണ്ടേ, ഒരു ശിക്ഷ ചെറുതായി ഇവിടെ കിടപ്പുണ്ട്. അതിൽ നിന്ന് ഒഴിവാവാൻ നമ്മൾ എന്ത് ചെയ്യുക? ഫർള് ഖളാ വീട്ടിക്കൊണ്ടിരിക്കുക. ഇതാണ് അതിൻ്റെ മസല. അല്ലാതെ ഫർള് നിസ്കാരം ഖളാ ഉള്ളവർ ഒരൊറ്റ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല, അങ്ങനെ ഒന്നുമില്ല. നമുക്ക് നിസ്കരിക്കാം, അതിൻ്റെ പ്രതിഫലം കിട്ടും. പക്ഷേ ആ സമയത്തും നമ്മൾ എന്ത് ചെയ്യണം? ആ സുന്നത്ത് നിസ്കാരത്തിന് ശേഷവും നമ്മൾ ഫർള് ഖളാ വീട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ആ മസലയൊക്കെ മനസ്സിലായില്ലേ? ഒരുപാട് ഉമ്മമാർക്ക് സംശയമുണ്ട്, അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മളോടൊക്കെ ദുആ ചെയ്യാൻ ഓരോ വീഡിയോകൾക്ക് താഴെ പറയാറുണ്ട്. അള്ളാഹു പടച്ചവൻ ആരെല്ലാം ഞങ്ങളോട് ദുആ ചെയ്യാൻ പറയുന്നു, എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ളുഹാ നമസ്കാരം ഞങ്ങൾക്ക് കൃത്യമായി നിസ്കരിക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ഹലാലായ മുറാദുകളും ഞങ്ങളുടെ മനസ്സിലുണ്ട്. എല്ലാം സമയം പോലെ ഖൈറായ രൂപത്തിൽ ഞങ്ങൾക്ക് നീ നൽകിക്കൊണ്ടിരിക്കണേ അല്ലാഹ്. ഒരുപാട് വിഷമങ്ങളുണ്ട്, മാറ്റിത്തരണേ അല്ലാഹ്. അതുപോലെ തന്നെ പ്രവാസികളായ നിരവധി പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പടച്ചവനെ അവരുടെയൊക്കെ പ്രയാസങ്ങളും അവരുടെയൊക്കെ പ്രശ്നങ്ങളും സങ്കടങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.